ഞങ്ങൾ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് പര്യടനം ചെയ്തു വന്നു. തബ്ലീഗ് ജമാഅത്ത് കോളേജ് വിദ്യാർത്ഥികൾ. ജമാഅത്ത് ബ്രഹ്മണിൽ നിന്ന് വന്നതായിരുന്നു, പക്ഷേ അതിനെ കൂടെ കൊണ്ടു നടക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അക്രം, ഇലിയാസ്, സുഹൈൽ, അസീസ് ഉല്ലാഹ്, താരിഖ് ജമീൽ, ഈ 5 പേർ. അവരൊക്കെ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പിന്നെ ആ 4 പേരും വാതിലിലേക്ക് പോയി. ഞാൻ കട്ടിലിൽ ഇരുന്നു കൊണ്ടിരുന്നു. ഞാൻ പോയില്ല. അവർ പര്യടനത്തിൽ പറയുന്ന പോലെ ദീനിലാണ് വിജയമെന്ന് അവരെല്ലാവരെയും തയ്യാറാക്കി അവർ പുറപ്പെട്ടു. അവർ ആ മൂലയിൽ എത്തിയപ്പോൾ കണ്ടു താരിഖ് ജമീൽ ഇല്ല. അതിനാൽ അവരിൽ ഒരാൾ പിന്നിൽ വന്നു. അവന്റെ പേര് അസീസ് ഉല്ലാഹ് റഹ്മത്തുല്ലാഹി അലൈഹി ആയിരുന്നു. ഇപ്പോഴാണ് ജൂൺ 6 അവൻ അന്തരിച്ചു. അവൻ എന്നോട് ചോദിച്ചു, നീ പോവില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. അവൻ ചോദിച്ചു എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല, അകത്തേക്ക് പോകാൻ. പിന്നെ എന്ത്? അവൻ വന്ന് എന്നെ ഇവിടെ നിന്ന് പിടിച്ചു. എന്റെ തലമുറകളും പോലും അവന്റെ ഈ ഉപകാരത്തിന് കടം തീർക്കാൻ കഴിയില്ല. പിന്നീട് ആ കയ്യെ എന്റെ അല്ലാഹ് പിടിച്ചു എന്നെ മലിനതയിൽ നിന്ന് പുറത്തെടുത്ത് ഒരു പ്രകാശമുള്ള വഴി കാണിച്ചു. അവൻ പറഞ്ഞു, നീ എല്ലാ ദുഷ്പ്രവൃത്തികളിലും മുന്നിലായിരിക്കണം. നല്ലതാണെങ്കിൽ പിന്നിൽ പോകണം. എങ്കിൽ ഈ വഴി പോ. ഞാൻ പറഞ്ഞു, യാരെ, എന്നെ വിട്ടുപോകാൻ അനുവദിക്കൂ. അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഞാൻ അവനെ വളരെ അപമാനിച്ചിരുന്നു. ഹോസ്റ്റലിലെ തന്നെ കുട്ടികളായിരുന്നു. അവരിൽ നിന്ന് വന്നത് അശ്ലീലമായ അജ്ഞതയായിരുന്നു. അറിയില്ല എങ്കിലും അവൻ എന്നെ ഇവിടെ നിന്ന് പിടിച്ചു. അതേ പള്ളിയിലാണ് ഞാൻ അവനെ വീണ്ടും കണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ ഒരു നമസ്കാരം മാത്രം ചെയ്തിട്ടുണ്ട്. അതും അവൻ എന്നെ പഠിപ്പിച്ചതായിരുന്നു. നമസ്കാരം എന്താണെന്ന്, മരണം എന്താണെന്ന്, മരണത്തിന് ശേഷമുള്ള ജീവിതം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിജയം എന്നത് എന്താണ്, പരാജയം എന്നത് എന്താണ്? ഒരു മനസ്സിൽ കയറി കിടന്നിരുന്നത് ഡോക്ടർ ആകണം എന്നതായിരുന്നു. പക്ഷേ പഠിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും അധികം അപമാനിച്ച കുട്ടി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തബ്ലീഗ് ജമാഅത്തിൽ പങ്കെടുത്തവൻ, നമ്മുടെ ആശയക്കുഴപ്പത്തിൽ വൈകി എത്തി. അതിനാൽ ദുഹർ നമസ്കാരത്തിന്റെ സുന്നത്ത് പലരും ചെയ്യുമ്പോൾ ആ കുട്ടിയും അത് ചെയ്യുകയായിരുന്നു. എന്റെ കണ്ണ് അവനിലേക്ക് പോയപ്പോൾ ഭയത്താൽ എന്റെ കാലുകളിൽ നിന്ന് ജീവൻ പോയതുപോലെ തോന്നി. കാരണം അവൻ നമസ്കാരത്തിൽ അത്രയും ദൈവത്തോട് ബന്ധപ്പെട്ടു നിന്നു. അവന്റെ മുഴുവൻ ശരീരഭാവവും അത് വ്യക്തമാക്കിയിരുന്നു. ആ സമയത്ത് അവന്റെ ഹൃദയത്തിൽ ദൈവം ഒഴികെ മറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അസീസ്ലാഹിനെ പിടിച്ചു. ഓയ് അസീസ്ലാഹ്, ഓയ് അസീസ്ലാഹ്, ഓയ് നോക്ക്, അവൻ എങ്ങനെ നമസ്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് അത്രയും ബാധിച്ചു. പിന്നീട് അവൻ തന്നെ വീണ്ടും കൊണ്ടുപോയി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഈ കയ്യിൽ തല വെച്ചുകൊണ്ട്. അപ്പോൾ അവൻ ഓടിയെത്തി എന്നെ ഇവിടെ നിന്ന് പിടിച്ചു. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. സേർ, വ്യാഴം ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് വലിയ ഒരു ജോലി ഉണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് വെള്ളിയാഴ്ചകളിൽ സിനിമകൾ റിലീസ് ചെയ്യാറുണ്ട്. അതിനാൽ അവൻ ഏതെങ്കിലും സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന്. ചിലപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുമായിരുന്നു, ചിലപ്പോൾ അവൻ ബുക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, കുടുപ്പ് മാറ്റിക്കൊള്ളുക. അവൻ പറഞ്ഞു, ഇല്ല, കുടുപ്പ് മാറ്റേണ്ട. പിന്നെ എനിക്ക് തോന്നി സിനിമയ്ക്ക് പോകാനായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ കുടുപ്പ് മാറ്റിക്കൊള്ളുക. പക്ഷേ അവൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ പോകാം. എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ് ജുമുഅ നമസ്കരിക്കേണ്ടത്? അവിടെ നീല ഗുംബദുള്ള ഒരു പഴയ പള്ളിയുണ്ട്. അവൻ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ ജുമുഅ നമസ്കരിച്ചു. ജുമുഅ കഴിഞ്ഞ് മടങ്ങി വന്ന് മുറിയിൽ ഇരിക്കുമ്പോൾ അവർ ചോദിച്ചു, എവിടേക്കാണ് പോകേണ്ടത് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ തബ്ലീഗ് ജമാഅത്തിനൊപ്പം പോകും. ഞാൻ പറഞ്ഞു, അല്ലാഹ് ദൈവത്തിന്റെ പേരാണ്, നീ പോകൂ. ഞാൻ അറിയുന്നില്ല, ഇത് സംഭവിക്കാനാവില്ലല്ലോ. മകനെ, ആ 3 ദിവസം എന്റെ റബ്ബ് എന്റെ ജീവിതം മാറ്റി. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഞാൻ 3 ദിവസത്തേക്ക് പോയപ്പോൾ ഞാൻ ഒരു ഹദീസ് കേട്ടു. അതിൽ പറഞ്ഞിരിക്കുന്നു, ഒരാൾ പുരുഷനോ സ്ത്രീയോ അശ്രദ്ധയിൽ ജീവിതം കഴിച്ചു മരിച്ചാൽ നരകത്തിൽ നിന്ന് 500 ദൂതന്മാർ വരും. അസ്റ്റായിന്റെ കയ്യിൽ ഒരു ചാവടി ഉണ്ടാകും. പിന്നീട് ഞാൻ ഈ ഹദീസ് സ്വയം വായിച്ചു. അതിൽ പറയുന്നത് അർത്ഥം, അയ്യോ ദുഷ്ടാത്മാവേ, നീ ദുഷ്ട ശരീരത്തിൽ ആയിരുന്നു. പുറത്തു വരിക, നിന്റെ സമയം ഇപ്പോൾ എത്തി. നിനക്ക് നരകവും അതിലെ തീയും അതിന്റെ ചൂടും ആശംസകൾ.
നരകത്തിലെ ജ്വാലകളും അതിന്റെ ചൂടും നിനക്ക് ആശംസകൾ. മകനെ, ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും കേട്ടിട്ടേയില്ല. ഞാൻ 16-ാം വയസ്സിൽ ഗവൺമെന്റ് കോളേജിൽ ചേർന്നു. 16 വയസ്സുവരെ ഒരിക്കലും മതപരമായ കാര്യങ്ങൾ കേട്ടിട്ടില്ല. അതിനാൽ നമുക്ക് എന്ത് അറിയാം നമസ്കാരം എന്താണെന്ന്? അമ്മയും അച്ഛനും ആരാണ്? എന്റെ പണം തീർന്നാൽ ഞാൻ വീട്ടിലേക്ക് കത്തയക്കുമായിരുന്നു. ഒരു ദിവസം എന്റെ അച്ഛന്റെ കത്ത് വന്നു. അപ്പോൾ ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എഴുതി, മകനെ, പണം തീർന്നാൽ മാത്രമേ നീ കത്ത് എഴുതാറുള്ളൂ. ഇടയ്ക്കിടെ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സുഖദുഃഖങ്ങൾ അറിയിക്കാമല്ലോ. അമ്മയും അച്ഛനും ആരാണെന്ന് ആരെങ്കിലും നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. അതാണ് ഖുർആൻ നമ്മോട് പറയുന്നത്, അമ്മയും അച്ഛനും ആരാണെന്ന് ഖുർആൻ തന്നെയാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. എന്ത് വിവരവും അറിയില്ലായിരുന്നു. പിന്നീട് ആ ഹദീസിന്റെ 2-ാമത്തെ ഭാഗം, ഒരു നല്ല മനുഷ്യൻ, പുരുഷൻ, സ്ത്രീ മരിക്കുമ്പോൾ അസ്റ്റായിൽ സ്വർഗദൂതന്മാരോടൊപ്പം വരുന്നു. അവൻ പറയുന്നു, ഏ മഹത്വമുള്ള ആത്മാവേ, ഏ ഭാഗ്യവാന ആത്മാവേ, നീ അത്യന്തം പുണ്യമായ ശരീരത്തിൽ ആയിരുന്നു. അതിൽ പാപത്തിന്റെ ഒരു ദോഷചിഹ്നവും ഇല്ല. പാപങ്ങളുടെ നിഴലുകൾ അതിന്റെ മുഖത്ത് പടർന്നിട്ടില്ല. പുറത്തേക്കു വരിക, പുറത്തേക്കു വരിക. നിന്നെ സന്തോഷവാർത്ത കാത്തിരിക്കുന്നു, നിന്നെ സന്തോഷവാർത്ത കാത്തിരിക്കുന്നു. നിന്റെ രക്ഷിതാവ് സ്വർഗം ഒരുക്കി കാത്തിരിക്കുന്നു. നിന്റെ കൂടെ കൂടാൻ നിന്റെ രക്ഷിതാവ് നിന്നെ വിളിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ എന്റെ മനസ്സിൽ വിശകലനം ചെയ്തു, ഇപ്പോൾ തന്നെ മരണം വന്നാൽ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള അസ്റ്റായിൽ വരുമോ, സ്വർഗത്തിലേക്കുള്ള അസ്റ്റായിൽ വരുമോ? എനിക്ക് തോന്നി എന്റെ അടുത്ത് നരകത്തിലേക്കുള്ള അസ്റ്റായിൽ തന്നെയാകും വരിക. കാരണം ഞാൻ ഒരിക്കലും നമസ്കാരം ചെയ്തിട്ടില്ല, ജുമോയിലേക്ക് പോയിട്ടില്ല, ഖുർആൻ വായിച്ചിട്ടില്ല. അതിനാൽ മകനെ, അവിടെ നിന്ന് എനിക്ക് ഭയം പടർന്നു. ഞാൻ പറഞ്ഞു, മരണം എന്നത് അങ്ങനെയല്ലല്ലോ. യുവാവായിരിക്കുമ്പോൾ നമ്മൾ മരിക്കില്ലെന്നല്ല. എത്രയോ കുട്ടികൾ എന്റെ കൂടെ പഠിച്ചവരും യുവാവായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. എന്റെ കൂടെ കോളേജിൽ പഠിക്കുമ്പോഴും സെൻട്രൽ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും സ്കൂൾ കോളേജ് ജീവിതത്തിൽ തന്നെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി. അതിനാൽ എനിക്ക് തോന്നി, ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് തോന്നി എന്റെ ഖബറിൽ തീ മാത്രം ആയിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യന്തം ഭയപ്പെട്ട് ഉടൻ തീരുമാനിച്ചു, ഞാൻ 4 മാസം അവരോടൊപ്പം ചെലവിടും എന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് എടുത്തു. 4 മാസത്തേക്ക് അവരോടൊപ്പം പോയി. 4 മാസത്തിന്റെ അവസാനം ഒരു കുട്ടിയുണ്ടായിരുന്നു, കോസർ പേഷാവറിൽ നിന്നുള്ളവൻ. അവൻ ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുന്നു. അവൻ പറഞ്ഞു, നീ ആലിം ആകൂ. ഞാൻ ചോദിച്ചു, എങ്ങനെ? പരലോകം സ്ഥാപിക്കപ്പെടുമെന്ന് അവർ പറയുന്നു. ഞാൻ പറഞ്ഞു, അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. 8 വർഷം വേണ്ടിവരും. ഞാൻ ഇപ്പോൾ SSC ചെയ്യുകയാണ്. പിന്നെ 5 വർഷം മെഡിക്കൽ പഠിക്കണം. അവൻ ചോദിച്ചു, നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു ഭൂസ്വാമിയാണ്. പിന്നെ അവൻ പറയാൻ തുടങ്ങി, ഡോക്ടർ ആകുന്നതിന്റെ അർത്ഥം നേരത്തെ തന്നെ പണം ഉണ്ടായിരുന്നു, ഇനി കൂടി വരും. നിന്റെ മരണത്തിന് ശേഷം നിന്റെ അവസാന ലക്ഷ്യം ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ എത്തും. അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. പക്ഷേ നീ ആലിം ആകുന്നെങ്കിൽ നിന്റെ ഇരുത്ത് ശരിയാകും. ലോകം അല്ലാഹു നേരത്തെ തന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അവൻ എന്റെ വിക്കറ്റ് പറത്തി. എന്റെ അച്ഛൻ പറയുമായിരുന്നു, മകനെ, നിന്നെ ഡോക്ടർ ആക്കണം. വലിയ പണം, വലിയ ബഹുമാനം, ഈ 2 വാക്കുകൾ മാത്രമാണ്. എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മ ഇപ്പോഴും നല്ലതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരിക്കലും അമ്മയുടെയും അച്ഛന്റെയും വായിൽ നിന്ന് കേട്ടിട്ടില്ല, നീ ഡോക്ടർ ആകണം, ദരിദ്രരെ സേവിക്കണം, ചികിത്സ ചെയ്യണം, പ്രാർത്ഥനകൾ നേടണം എന്ന്. ഒരിക്കലും അല്ല. 2 വാക്കുകൾ മാത്രം, വലിയ പണം, വലിയ ബഹുമാനം. അവൻ എന്റെ വിക്കറ്റ് പറത്തി. കാരണം അല്ലാഹു നേരത്തെ തന്നെ കുറെ ആദരവും പണവും തന്നിട്ടുണ്ട്. മരണത്തിൽ എല്ലാം 0 ആയിരിക്കും. അതിനാൽ എനിക്ക് ആലിം ആകണം എന്ന് തോന്നി.
നമ്മുടെ സംസ്കാരത്തിൽ മൗലവിമാർ കുറവായിരുന്നു, അതുപോലെ തന്നെ ലോഹാരൻ, ചെരുപ്പുകാരൻ, തച്ചൻ എന്നിവരും. എന്റെ അച്ഛൻ പറയും, നീ മൗലവി ആകണമെങ്കിൽ എന്റെ മുഖം കാണിക്കേണ്ട, ഇത്രയും പണം നിന്നിൽ ചെലവാക്കി നിന്നെ ലാഹോറിൽ പഠിപ്പിച്ചു, എന്റെ മുഖം കാണിക്കേണ്ട എങ്കിൽ എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന വഴി നോക്ക്. പിന്നെ ഒടുവിൽ 4 മാസം ചെലവാക്കി ഞാൻ ഫെബ്രുവരിയിൽ 1972 ഞാൻ വന്നപ്പോൾ നവംബർ 23 രാവിലെ കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ യുദ്ധം ദിവസവും നടക്കുമായിരുന്നു. യുദ്ധം അച്ഛൻ കോപത്തോടെ സംസാരിക്കും, ഞാൻ ശാന്തമായി കേൾക്കും എന്നതാണ്. തബ്ലീഗ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനു ശേഷം മാത്രമാണ് എനിക്ക് അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനം എത്ര വലിയതാണെന്ന് മനസ്സിലായത്.